ഏറ്റവും വലിയ ഉപദേശകൻ എന്ന് പറയുന്നത് മരണമാണ്. മരണത്തെക്കാൾ വലിയ ഒരു വാഴലില്ല എന്ന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ വാഴൽ മരണമാണ്. മരണത്തെക്കാൾ വലിയ ഒരു ഉപദേശമില്ല. മരണമാണ് ഏറ്റവും വലിയ ഉപദേശം. മരണത്തെയാണ് എല്ലാ സ്വാലിഹീങ്ങളും പറഞ്ഞിരുന്നത്. ജീവിതം മുഴുവനും മരണത്തെപ്പറ്റി പറഞ്ഞിരുന്നു. മരണം മുന്നിൽ കണ്ടാണ് ഞാൻ ബുർദ എഴുതിയത് എന്ന് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ, ബഹുമാനപ്പെട്ട മഹാനായ മുഹമ്മദ് ബിൻ സഈദ് അൽ ബൂസീരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മരണത്തെ മുന്നിൽ കണ്ടാണ് ഞാൻ ഇതൊക്കെ എഴുതിയത്. ലൗ കുന്തു അഅലമു അന്നി മാ ഉവഖിറുഹു കതംതു സിർറൻ ബദാ ലി മിൻഹു ബിൽ കതിമി എന്നൊക്കെ പറയുന്നത് ഒരു നരബാധിച്ചവന്റെ വേദനയുള്ള വാക്കുകളാണ്. മരണത്തെക്കാൾ വലിയ ഒരു സംഗതിയില്ല. മരണത്തെക്കടുക്കുക, മരണം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് അതേക്കാൾ വലിയ ഒരു സതുപദേശമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സതുപദേശം അത് തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സതുപദേശം എന്ന് പറയുന്നത് ഖബറാണ്. ഖബറിനേക്കാൾ വലിയൊരു സതുപദേശമില്ല. അത് വളരെ ഗൗരവമുള്ളതാണ്. ആരാണെങ്കിലും എത്രയോ വലിയ ആളുകളാകാം, പണ്ഡിതന്മാരാകാം, വലിയ ധനാഢ്യന്മാരാകാം, പക്ഷെ ഖബർ എന്ന സംഗതി വലിയ സംഗതിയാണ്. ഞാൻ വാതിലിൽ, സ്വർഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാതിലിൽ ഉസ്മാന്റെ പേരെഴുതി കണ്ടു എന്ന് സയ്യിദുനാ മുഹമ്മദുൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉസ്മാനാണ് ഖബർ ഓർത്ത് കരഞ്ഞിരുന്നത് എന്ന യാഥാർത്ഥ്യവും നാം ചിന്തിക്കേണ്ടതാണ്. അത് വളരെ മുഅ്മിനീങ്ങളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസികൾ ആലോചിക്കണം. നമ്മുടെ ഖൽബ് വളരെ നിർമ്മലമായി കിട്ടണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഖൽബ് നന്നായതിൻ്റെ ഇടയിലേക്കാണ് ദുആ ചെയ്യുക. ദുആ വെറുതെ നടക്കുകയില്ല. ഇടി വെട്ടിയാൽ മഴ പെയ്യും. മഴയും ഇടിയും കൂടി ഉണ്ടാകാൻ, ഇടിയില്ലാത്ത മഴക്കും ഇടിയുള്ള മഴക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇടിയുള്ള മഴക്കാണെങ്കിൽ എന്തുണ്ടാകും? ഭൂമി ഫലഭൂയിഷ്ഠമാകും. ഭൂമിയുടെ ഉള്ളിൽ വിത്തുണ്ട്. ആ വിത്തിനെ ഭൂമി പുറത്തേക്ക് കൊണ്ടുവരും. കൂണുകൾ മുളക്കും. ഭൂമിയിൽ നിന്ന് കൂണ് മുളച്ചു പൊങ്ങും. ഇടിയുണ്ടാകും. എന്തുകൊണ്ട് ഭൂമി അങ്ങനെ ചെയ്തു? ഭൂമിക്ക് ശക്തമായ പ്രഹരം കിട്ടി എന്നതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവിടെയാണ് ഏത് കാര്യത്തിൻ്റെയും അടിത്തറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ബോധം നൽകട്ടെ. വിശ്വാസികൾ ഗൗരവമായി ഇതോരോരുത്തരും ചിന്തിക്കണം. എല്ലാവരും മനസ്സിലാക്കണം. ഖൽബ് നന്നാവണം. ഇതിനു വേണ്ടിയാണ് ഇന്ന് തെരഞ്ഞെടുത്തത്. അതിന്റെ വാതിൽ തുറക്കുന്നുകൊണ്ട് പറഞ്ഞത് ആയിരക്കണക്കായ വിഷയങ്ങളുടെ സംഗമ ഭൂമിയാണ് സത്യത്തിൽ മഹ്ശർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം അത് പറയാൻ കഴിയില്ല, തീർച്ചയായും. അതുകൊണ്ട് ഞാനതിൻ്റെ ഗൗരവത്തിലേക്ക് ഈ കൊല്ലം പ്രവേശിക്കുക മാത്രമാണ്. വരും കൊല്ലങ്ങളിൽ അതിൻ്റെ ബാക്കി പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരും ഈ കാര്യം ചിന്തിക്കണം. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ഞാനിത് തുടങ്ങുമ്പോൾ ഒരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പടച്ചോൻ നമ്മളെ നന്നാക്കി തരട്ടെ. എല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ കുറിച്ചു വെക്കേണ്ട ഒരു ഹദീസ്. ലാ യലിജുന്നാറ അഹദുൻ ബകാ മിൻ ഖശിയത്തില്ല. അള്ളാഹിനെ പേടിച്ച് കരയുന്നവർ ഒരിക്കലും നരകത്തിൽ കിടക്കുകയില്ല. ഇതൊരു വലിയ വാക്കാണ്. അള്ളാഹിനെ പേടിച്ച് കരയുന്നവർക്ക് നരകം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഹത്താ യഊദൽ ലബനു ഫിൽ ളർഇ എന്ന് മുസ്തഫ നബി പറഞ്ഞു. കറന്നെടുത്ത ഒട്ടകപ്പാൽ അകിട്ടിലേക്ക് കടന്നാൽ പോലും, കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് കടന്നാൽ പോലും അള്ളാഹിനെ പേടിച്ച് കരയുന്നവർ ഒരിക്കലും നരകത്തിൽ കിടക്കില്ല എന്ന്. കറന്നെടുത്ത പാൽ ഇനി ഒരിക്കലും അകിട്ടിലേക്ക് കയറുകയില്ലല്ലോ. അല്ല, കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് കയറിയാൽ പോലും അള്ളാഹിനെ പേടിച്ച് കരയുന്നവർ ഒരിക്കലും നരകത്തിൽ കിടക്കില്ല. അത് ഭയങ്കര ഒരു സംഗതി. കരയണം. കരയാതെ ഒരിക്കലും കഴിയില്ല. കരയൽ ഒരു ഇബാദത്താണ്. ഇത് കരയേണ്ട സമയവുമാണ്. ഇതാണ് ആ സമയം. ഇന്ന് ലാസ്റ്റ്, നാളെ കിട്ടിയെങ്കിലായി. ഇന്ന് ലാസ്റ്റാണ്. അതായത് കരയാൻ വേണ്ടി പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത സമയമാണ്. ഇന്നത്തോടുകൂടി ചിലപ്പോൾ തീരും. നാളെ കിട്ടിയാൽ ഭാഗ്യം. ഇന്ന് കരണ്ടില്ലെങ്കിൽ നാളെ കിട്ടിയിട്ടും കാര്യമല്ല. ചിന്തിക്കാം. അങ്ങനെയാണ്. എന്നും കരഞ്ഞൂടെയാണ് കരയാം. പക്ഷെ ഇന്നത്തെ കരയിന് വലിയ വിലയുണ്ട്.